ഞങ്ങൾ തമ്മിലുള്ള ആദ്യ പൊങ്കാലയാണ്. അതുപോലെ ഞാൻ എന്റെ ലൈഫിൽ ആദ്യമായിട്ട് കാണുന്ന പൊങ്കാലയാണ്. ഞങ്ങൾ രണ്ടുപേരും ഇതുവരെ പൊങ്കാല കണ്ടിട്ടില്ല. അപ്പൊ ഇവളാണെങ്കിൽ കോട്ടയമാണ്, ഞാൻ മൂന്നാറാണ്. അപ്പൊ എനിക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ഇന്ന് മാത്രം പ്രത്യേകിച്ച് ഇങ്ങനത്തെ ചടങ്ങുകള്, എന്താ പറയുക, ഉത്സവങ്ങള്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ആഗ്രഹമാണ്. പോകാനും എടുക്കാനും ഒക്കെ ഇന്ററാക്ട് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോ ഇന്നലെ രാത്രി മുതൽ ഞങ്ങൾ ഇവിടെ വന്നതിന് ശേഷം ലേറ്റ് ആയിട്ടാണ് വന്നത്. ഉറങ്ങാതെ പോലും ഞങ്ങൾ ഇവിടെ എല്ലാം കറങ്ങാനും കാണാനും ഒക്കെ ആയിട്ട് പോയി. അപ്പോൾ ഒരുപാട് എക്സ്പീരിയൻസ് കണ്ടു. ലൈക്ക് ആൾക്കാർ ഒരുപാട് പേര് ഹോട്ടലിൽ കിടന്ന് ഉറങ്ങുന്നു, ഇതിനു വേണ്ടി മാത്രമായിട്ട് വന്ന് കിടന്ന് ഉറങ്ങുന്നതൊക്കെ കണ്ടപ്പം ഭയങ്കര അത്ഭുതം തോന്നി. ഇത്രയൊക്കെ എഫേർട്ട് ഇട്ട് ആൾക്കാർ വരുന്നു. അപ്പം നമുക്ക് ദൈവം അനുഗ്രഹിച്ച സൗകര്യത്തിൽ കിടന്ന് ഉറങ്ങാൻ പറ്റി, നല്ല രീതിയിൽ വന്ന് പൊങ്കാല ഇടാൻ പറ്റി. അതിൽ വളരെ സന്തോഷമുണ്ട്. എന്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ബിന്നിയുടെ ഇത് കുറച്ചേ കണ്ടുള്ളൂ. അപ്പൊ ഞാൻ വേറൊരു സ്ഥലത്തായിരുന്നു, ജഗതിയില് നമ്മളെ ഗ്രീൻ ടിവിയുടെ പ്രോഗ്രാം ഉണ്ട്. അവിടെ അടിപൊളിയായിരുന്നു. ഇവിടെ അടിപൊളിയായിരുന്നു എനിക്ക് അറിയില്ല കേട്ടോ, ഞാൻ കണ്ടില്ല. പക്ഷെ അവിടെ എന്ന് വെച്ചാൽ കുറെ ആർട്ടിസ്റ്റ് ഉണ്ട്. അവരെല്ലാരും അവിടെ വരുന്ന ആൾക്കാർക്ക് ഫുഡ് കൊടുക്കുകയും ഭയങ്കര ഡാൻസും അങ്ങനെയൊക്കെ ആയിരുന്നു. ഇവിടെ എങ്ങനെയായിരുന്നു എനിക്ക് അറിയത്തില്ല. പക്ഷെ അവിടെ അടിപൊളിയായിരുന്നു. അല്ല, എന്റെ പാൻ്റൊക്കെ ഗ്രേവി ഒക്കെ ആയിട്ടിരിപ്പുണ്ട്. ഫുഡ് കാണത്തില്ല ഇവിടെയൊക്കെ ഫുഡ് വിളമ്പേന്റെ ഇതാണ്. പക്ഷെ എല്ലാരും വന്നിട്ട് ഭയങ്കര അടിപൊളിയായിരുന്നു. ഫുഡ് വിളമ്പുമായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഇവിടെ ഞങ്ങൾ വളരെ ഭക്തി സാന്ദ്രമായിട്ടാണ് നമ്മൾ പൊങ്കാല ആഘോഷിച്ചത്. ഞങ്ങൾക്കും അവിടെ ഭക്തി ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പാട്ട് കണ്ടപ്പം ഒന്ന് ഇതുള്ളൂ. തീർച്ചയായും ഉറപ്പായിട്ടും വരും. സൗകര്യപ്പെടുവാണെങ്കിൽ എന്തായാലും, ഭാഗ്യം ഉണ്ടെങ്കിൽ എന്തായാലും വരും. ഓക്കെ, താങ്ക് യു. സന്തോഷമുള്ള കാര്യമല്ലേ, എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. നന്നായി പൊങ്കാല ഇടാൻ പറ്റി, സന്തോഷം.